ഭീകരാക്രമണത്തിന് പിന്നാലെ 73 മലയാളികളെ കാണാനില്ല. ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നാണ് നോർക്ക പറയുന്നത്. ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മുകാശ്മീരിൽ ഒറ്റപ്പെട്ടു പോയ 73 മലയാളികളെയും ബന്ധപ്പെടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. 6 സംഘങ്ങളിൽ ഉൾപ്പെട്ടവരാണിവർ. എന്നാൽ രാജ്യത്തെ നടുക്കിയ ആ ഭീകരാക്രമണത്തിന് പിന്നാലെ നോർക്കയുടെ ഹെൽപ്പ് ലൈനിൽ ഇവർ രജിസ്റ്റർ ചെയ്തു എങ്കിലും പിന്നീട് ഇവരുമായുള്ള ബന്ധം നഷ്ടമാവുകയാണ് ഉണ്ടായത്. ഇതുവരെ 51 സംഘങ്ങളിലെ 650-ലധികം മലയാളികളെ കണ്ടെത്തി കാശ്മീരിന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഈ 73 പേരെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നും ഇവരെ കോണ്ടാക്ട് ചെയ്യാനോ അവർ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ ബന്ധപ്പെടാനോ സാധിക്കുന്നില്ല. ആ നമ്പർ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ 73 പേരെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നും ഇവരെ കോണ്ടാക്ട് ചെയ്യാനോ അവർ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ ബന്ധപ്പെടാനോ സാധിക്കുന്നുമില്ല. ആ നമ്പറുകൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. നോർക്ക നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 സംഘങ്ങളിലായിട്ടുള്ള ഇവരെക്കുറിച്ച് ഇനി അറിയേണ്ടതുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിരുന്നു. മലയാളികൾക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിരുന്നത്. കാശ്മീർ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുമ്പോൾ ബൈസരൺ താഴ്വരയിൽ വിനോദങ്ങളിൽ ഏർപ്പെട്ട മനുഷ്യർക്ക് നേരെ നിറയൊഴിക്കുന്നതും ഒറ്റ നിമിഷം കൊണ്ടവർ മണ്ണിലേക്ക് പതിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഓടിപ്പാഞ്ഞ് പൈൻമരക്കാടുകളിലൂടെ ദുർഘടം പിടിച്ച പാതകൾ താണ്ടിയാണ് ഇടപ്പള്ളിയിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഭീകരർക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെ എത്രയെത്ര പേർ. ഇതിനിടയിൽ മനുഷ്യർ ജീവൻ രക്ഷയ്ക്കായി ഓടിപ്പായുമ്പോൾ കൂട്ടം തെറ്റും, പലയിടത്തായി കുടുങ്ങിപ്പോകും. സൈന്യമെത്താൻ വൈകിപ്പോയ മണിക്കൂറുകൾക്കുള്ളിൽ ഭീകരർ കൊന്നിട്ടത് 1-2 പേരെയല്ല, 28 പേരെയാണ്. അതിനിടയിൽ തുറന്ന ഹെൽപ്പ് ഡെസ്കിലേക്ക് ധാരാളം വിളികളും എത്തിയിട്ടുണ്ടാവാം. കാരണം വേനലവധിക്കാലത്ത് കുടുംബവുമൊത്ത് ചിലവഴിക്കാൻ ഭൂമിയിലെ സ്വർഗമായ കാശ്മീർ നമ്മൾ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിങ്ങനെയായി തീരുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നതല്ല. ആക്രമണം നടന്നതിന് പിന്നാലെ നമ്മുടെ സിദ്ദിഖും മുകേഷും അടക്കം 4 MLA-മാരും അവരുടെ കുടുംബങ്ങളും കാശ്മീരിൽ പെട്ടുപോയിരുന്നു. അവർ സുരക്ഷിതരാണ് എങ്കിലും സാഹചര്യം അത്രമേൽ മോശമാണ് എന്നവർ പറഞ്ഞിരുന്നു. ചുറ്റിനും സൈന്യവും സായുധ സേനയുമാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കുടുങ്ങിക്കിടക്കുന്നവർ ആരൊക്കെയാണ്, അവർ രക്ഷപ്പെട്ടത് എവിടേക്കാണ് എന്നുകൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്.